ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ചാലഞ്ച് വീഡിയോ ആണ് കേട്ടോ. ലിപ്സ്റ്റിക് ഒന്നും ഇല്ലാണ്ട് നിൽക്കുമ്പോൾ കണ്ടാൽ തന്നെ ഊഹിക്കാൻ പറ്റും ഒരു ലിപ്സ്റ്റിക് ചാലഞ്ച് വീഡിയോ ആണ്. ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ കുറച്ച് മാസം മുമ്പ് ഒരു ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ സ്വാച്ചിങ് കം റിവ്യൂ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർ പറഞ്ഞേക്കുന്നത് 8 hour ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കാണ് അവരുടേതെന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. മേ ബി ശരിയായിരിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. 8 മണിക്കൂർ. ഞാൻ ഈ ഒരു വീഡിയോ ഒരുപാട് കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പറ്റാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ മൺഡേ ടു സാറ്റർഡേ ഒന്നാമത് വർക്കിംഗ് ആണ്. അപ്പോൾ എങ്ങനെയാണെങ്കിലും 8 hour കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വർക്ക് പ്ലേസിലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റായിട്ടൊരു കൺക്ലൂഷൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ആകെ കിട്ടുന്ന ഒരു സൺഡേ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് പണിയുണ്ടാവും. നമ്മൾ ഒന്നില്ലെങ്കിൽ വെറുതെ എങ്കിലും ഇരിക്കുന്ന ഒരു പണിയാണല്ലോ, അതാണ്. അപ്പം ഇന്ന് ഒരു സാറ്റർഡേ ആണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സാറ്റർഡേ ഞാൻ ഹാഫാണ്, 1 o'clock വരെ ഞാൻ വർക്കിംഗ് ഉള്ളൂ. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് ഒരു കൺക്ലൂഷൻ വീഡിയോ എന്താണിത് കറക്റ്റ് ആണോ എന്നൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ചു. ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കൊടുത്തേക്കാം. എനിക്ക് അത്ര കണ്ട് ഈ ഒരു ഷെയ്ഡിന് ഒരു പേരുണ്ട്, എനിക്ക് അറിയത്തില്ല കേട്ടോ. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. സോ വിതൗട്ട് എനി ഡിലേ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഡാസ്ലറിൻ്റെ സ്വാച്ചിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു വാച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, സമയം കാണിക്കാൻ വേണ്ടി. ഇപ്പം നമുക്ക് 9 ഒരു 3 to 4 minutes ഉള്ളൂ. 3 to 4 അല്ല, 2 to 3. അപ്പോൾ നമുക്ക് 9 മണിക്ക് സ്റ്റാർട്ടിങ് ടൈമായിട്ട് കൂട്ടാം കേട്ടോ. ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ സ്വാച്ചിങ്ങിന് വേണ്ടി എടുത്തേക്കുന്നത്. ആൻഡ് എത്രയെങ്കിലുമൊക്കെ മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേഷനായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്ഡേഷനായിട്ട് ഞാൻ പറയുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഈ ഷെയ്ഡ് അടിപൊളിയാണ്, നല്ല ടോണിക്കിൻ്റെ സ്മെല്ലുള്ളൊരു ഷെയ്ഡാണ്. പക്ഷേ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചുണ്ട് നല്ല ഡാർക്ക് ആക്കുമെന്ന്. അതുകൊണ്ടാണ് എൻ്റെ ഇതിൽ ഇത്രയും പിഗ്മെൻറ്റേഷൻ എന്ന് എനിക്കറിയില്ല. ഞാൻ അറിയാത്ത കാര്യത്തിൽ ഞാൻ ബ്ലെയിം ചെയ്യുന്നില്ല കേട്ടോ, എനിക്കറിയില്ല. എൻ്റെ ഓൾറെഡി കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉള്ളൊരു ലിപ്പാണ്. എനിക്ക് ഈ ഒരു ബ്രൈറ്റ് കളർ ലിപ്സ്റ്റിക്കിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സ്കിൻ ടോൺ ഒന്ന് കൂട്ടിയ പോലെ തോന്നും. ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് നേരത്തെ ഒരു കോലത്തിനേക്കാളും ഒരു സ്കിൻ ടോൺ ഒരു പടയ്ക്ക് അതൊന്ന് എൻഹാൻസ് ചെയ്തു എന്ന്. എനിക്ക് അതിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ടൈം വന്നിട്ട് നമുക്ക് 9 o'clock സ്റ്റാർട്ടിങ് ടൈമായിട്ടാണ് ചെയ്യേണ്ടത്. 10, 11, 12, 1, 2, 3, 4, 5. ശരിക്കും 5 o'clockനാണ് എൻഡ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്ഡേഷൻ തരാം, ടൈം വെച്ച് തന്നെ അപ്ഡേഷൻ തരാം കേട്ടോ. അപ്പം ഇതെന്തോ എനിക്കിത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ബിക്കോസ് ഞാൻ ഇത്രയും ഇട്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സ്വഭാവമുണ്ട് ലിപ്സ്റ്റിക്ക് ഞാൻ പിന്നെ എടുത്ത് വാരിത്തേക്കും, അല്ലെങ്കിൽ ഒരു സുഖമില്ല. അതുകൊണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് കറക്റ്റായിട്ട് ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇന്ന് 18th January സാറ്റർഡേ ആണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോകെ ഇതിൻ്റെ ബാക്കി അപ്ഡേഷൻസ് ഒക്കെ കാണാം. അപ്പോൾ 9 o'clockന് നമ്മൾ നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇത്രയും കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയുക ഇത് നമ്മൾ ജയിക്കുമോ അതോ നമ്മൾ തോക്കുമോ. കുറച്ചുകൂടെ തേച്ചാലോ? ഈ ലിപ്സ്റ്റിക് ഭയങ്കര കട്ടി കിട്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല. ഇത് ചലഞ്ച് ആയതുകൊണ്ടല്ല കേട്ടോ അത്രയും കട്ടിക്കിടുന്നത്. എനിക്ക് ലിപ്സ്റ്റിക്ക് നല്ലോണം ഇടണം. അപ്പം നമ്മൾ 9 o'clockന് നമ്മുടെ ചലഞ്ച് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. പോകെ ഇതിൻ്റെ അപ്ഡേഷൻസും കാര്യങ്ങളും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഇത് നല്ലൊരു എൻജോയ്മെൻറ്റ് വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം സോ ജസ്റ്റ് സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ബൈ, കാണാം. ഒരു 9:40 ആയിട്ടുള്ള ഒരു അപ്ഡേഷനാണ് കേട്ടോ. ഞാനിത് ഇട്ടിട്ട് പക്ഷേ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഇപ്പം ഇൻടാക്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഓക്കെയാണ്. ഹലോ എവ്രിവൺ, ഒരു ചെറിയൊരു അപ്ഡേഷൻ പറയാൻ വേണ്ടി വന്നതാണ്. ഇപ്പം സമയം 1:43 ആയിട്ടോ. പോയിട്ടില്ല, പക്ഷേ ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഉൾഭാഗത്ത് ഒക്കെ ഇതായി. എന്നാലും ഇതുവരെ പോയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ വലുതായിട്ട് ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല, കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പം 1:45 സമയം. അപ്പം ഈ ഒരു സ്ഥിതിയാണ്. നമുക്ക് പോകെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ബൈ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ആൾക്കുരുത്ത് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പപ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ്, വയനാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രാവലിൻ്റെ ഇടയിൽ കഴിച്ച ഫുഡ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സമയം 2:12 ആണ് കേട്ടോ. 2:12 ആയപ്പോഴത്തേക്കും ആസ് യു ക്യാൻ സീ ഓക്കെയാണ്. ഇന്ന കോർണറിൽ കുറച്ച് പോയിട്ടേ ഉള്ളൂ, അതല്ലാണ്ട് അത് ഇൻടാക്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കാണാം. ഹലോ, ഇപ്പോൾ സമയം വന്നിട്ട് 2:56 കേട്ടോ. ഓക്കെയോ, ഉൾഭാഗത്തു നിന്ന് കുറച്ച് പോയിട്ടുണ്ട്, അതല്ലാണ്ട് ഓക്കെ അത്യാവശ്യം നിന്നിട്ടുണ്ട് കേട്ടോ. ഇനി 4-5 മണി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത അപ്ഡേറ്റ് കാണാം. ബൈ ബൈ. അഞ്ച് മണിയായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചലഞ്ച് വീഡിയോ എൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആസ് ഇഫ് നൗ 5 ആയപ്പോഴത്തേക്കും ഇതാണ് ലിപ്സ്റ്റിക്കിൻ്റെ അവസ്ഥ. ബട്ട് ഐ മസ്റ്റ് സേ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. 8 മണിക്കൂർ ഇത് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡും കൂടെ കഴിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇത് ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ കോർണറിൽ മാത്രമേ ഒരു പൊടിക്കേ പോയിട്ടുള്ളൂ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലിപ്സ്റ്റിക്കാണ്. എനിക്കറിയില്ല ഇതിന് മുന്നേ ആരെങ്കിലും ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക് ചാലഞ്ച് ഐ ഡോണ്ട് നോ. എന്തായാലും ഇന്ന് നമ്മൾ 9 o'clock സ്റ്റാർട്ട് ചെയ്തത്. ഇതിപ്പോൾ കറക്റ്റ് 5 ആയപ്പോഴത്തേക്ക് 8 hours നല്ലപോലെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പം എനിക്ക് തോന്നുന്നു അധികം ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ ഇനി ഇത് കുറേ നേരം നിൽക്കും. ഭക്ഷണം കഴിച്ചിട്ട് ആ ഉള്ളിലത്തെ മാത്രമേ പോയിട്ടുള്ളൂ, ഉള്ളിലത്തെ ഒരു പൊടിക്കേ പോയിട്ടുള്ളൂ കേട്ടോ. അതർവൈസ് ഇത് അടിപൊളിയാണ്, നല്ലോണം സ്റ്റേ ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും ചലഞ്ച് ഒരു സക്സസ് ആയിരുന്നു എന്ന് പറയാൻ മാത്രമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാണുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ തുടങ്ങിയത് കാലിക്കറ്റിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഞാനിത് എൻഡ് ചെയ്യുന്ന വയനാട്ടിൽ വെച്ചിട്ടാണ്. ഞങ്ങളിവിടെ നാട്ടിലേക്ക് വന്നതാണ്. മറ്റന്നാൾ തിരിച്ചു പോകും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.